ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈൽ റീഡിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ട് പൈൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം പൈൽ റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് മടങ്ങി വരുമോ, എത്രയും വേഗം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ രണ്ട് പൈൽസ് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പൈലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഗ്രീൻ ബോട്ടിലാണ്, സെക്കൻഡ് പൈലായിട്ട് വെച്ചിരിക്കുന്നത് റെഡ് ബോട്ടിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിലാണ് താല്പര്യം തോന്നുന്നത്, ഏത് ബോട്ടിലാണ് നിങ്ങളെ കോൾ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സഡൻ അട്രാക്ഷൻ തോന്നുന്ന, എടുക്കണം എന്ന ഫസ്റ്റിൽ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു ബോട്ടിൽ ഏതാണോ അത് ചൂസ് ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പൈൽ കണ്ടിട്ട് അതിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു പൈലിൻ്റെയും കൂടി റീഡിംഗ് കണ്ടു നോക്കാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണാനിടയായാലും അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജീസ് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേതാണെങ്കിൽ മാത്രം. ഇനി ഇവിടെ വന്നിരിക്കുന്ന രണ്ട് പൈൽസിലും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന എനർജിയോ സിറ്റുവേഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യാതിരിക്കുക. റീഡിംഗ് കണ്ട ശേഷം അത് വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലായിട്ടുള്ള ഗ്രീൻ ബോട്ടിൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കിയപ്പോൾ ഡിസ്കണ്ടൻറ്റ് ആൻഡ് ബോർഡം എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ തീർത്തും നിങ്ങൾക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഹാങ് ഓവറിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും ഉള്ളത്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോഴും ആ പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വളരെയധികം മനസ്സിന് വേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു ആഘാതം നിങ്ങളുടെ മനസ്സിന് ഇതിനെ തുടർന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ എനർജിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക. ആ ഒരു പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രോമയിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം കരകയറാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും വിട്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഇംപേഷ്യൻസ് ആയിട്ടുള്ള, റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും മനസ്സിനകത്ത് ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല. എപ്പോഴും ഒരു ടെൻഷൻ മൈൻഡ്, അല്ലെങ്കിൽ എന്തോ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ കൊളുത്തി വലിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്ത ആ ഒരു കാർഡ്സിന് പുറമെ ക്ലാരിഫിക്കേഷനായിട്ട് മറ്റൊരു ഡെക്കിൽ നിന്ന് കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യമേ നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ കാണുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വളരെ നാളുകളായിട്ടുള്ള ഒരു ബന്ധം ഉള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിന് ഒരുപാട് വർഷത്തോളം പഴക്കമുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് മേറ്റ്സ് ആവാം, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒരുപാട് നാളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളാവാം. കാരണം അത്രത്തോളം ഒരു കാലപ്പഴക്കം ഈ ഒരു റിലേഷൻഷിപ്പിനുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ഉൾവലിഞ്ഞിരിക്കുന്ന ഏകദേശം ഒരു ഇൻട്രോവേർട്ട് പോലെയുള്ള വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട്, ഹെൽപ്പായിട്ട്, സപ്പോർട്ടായിട്ടൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം. കാരണം അത്രയധികം നിങ്ങൾ ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ഇതൊരു ഡിവൈൻ കണക്ഷനായിട്ട് ഫീൽ ചെയ്തേക്കാം. തീർത്തും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ ഇവർ വന്നത് വെറുതെ ഉള്ളൊരു കാര്യത്തിനല്ല. നിങ്ങൾക്കൊരു നിയോഗമുണ്ട് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ. അതുപോലുള്ളൊരു ഡിവിനിറ്റി നിങ്ങൾക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു 6 ഓഫ് വാണ്ട്സും അതുപോലെ തന്നെ അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന ആ ഒരു 4 ഓഫ് വാണ്ട്സും എല്ലാം നിങ്ങളുടെ ആ ഒരു ഇൻറ്റിമസി എത്രത്തോളം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ് എത്രത്തോളം ആഴമുള്ളതായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കിച്ച് തരുന്നുണ്ട്. ഒരു പക്ഷേ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ആരുമല്ലാതായി തീരും, അല്ലെങ്കിൽ നേരെ തിരിച്ചും അവരുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്ഥാനമില്ലാതെയായി പോവും എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം ഒരു ട്രസ്റ്റ്, ബോണ്ടിങ്, ഒരു വിക്ടറി, ഒരു സക്സസ്, ഒരു ഒരു വളരെയധികം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പായിട്ട്, അത്രയധികം ഹാപ്പി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിതിൻ്റെ ഒരു പാസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ ലൈഫിൽ എന്തോ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഏതോ ഒരു തരത്തിൽ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ അത്രയും നാൾ നല്ല ബോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി പോയിരുന്ന ഈ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് മറ്റൊരു സാന്നിധ്യം ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഏതോ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷനോ അങ്ങനെ എന്തോ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു കെയറും സപ്പോർട്ടും ഒക്കെ പിൻവലിച്ച് പതുക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് വോൺസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്കായിട്ട് കാത്തിരിക്കണോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കിപ്പോൾ ഒരു നിങ്ങളുമായിട്ട് ആ നഷ്ടപ്പെട്ടു പോയ റിലേഷൻ തുടങ്ങാനായിട്ട് ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ആഗ്രഹമായിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു മൈൻഡ് അത്രത്തോളം ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരു പക്ഷേ നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ചെയ്തു പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം കൊണ്ടാവാം അവർക്കൊരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം അവരിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡെവിൾ കാർഡിന് ക്ലാരിഫൈ ആയിട്ട് വന്നിരിക്കുന്നത് 5 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റാണ് കാണിക്കുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളിലേക്ക് അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ ഏത് തന്നെയാണെങ്കിലും അവരതിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് അവരുടെ മൈൻഡ് അത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുള്ളത് ഏതെങ്കിലും ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ളൊരു സാഹചര്യത്തിലായാലും അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടാണെങ്കിലും ഇവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അതവരുടെ മനസ്സിലുള്ള ഒരു നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിലുള്ള അവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള മറ്റ് വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസോ എന്തോ ആയിക്കൊള്ളട്ടെ, അപ്പോൾ അതിൽ നിന്നും അവരൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു 5 ഓഫ് വോൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു എനർജി ആവാം. ഈ ഒരു പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഇവർ എത്രയും വേഗം തിരിച്ചു വരണം എന്നുള്ള നിങ്ങൾ തന്നെ ഇവരെ ഹോൾഡ് ചെയ്ത് ഇവരുടെ ഒരു ഇത് എൻ്റേതാണ് എന്നുള്ള അല്ലെങ്കിൽ എന്നിലേക്ക് വരാനുള്ളതാണെന്നുള്ള നിങ്ങളുടെ തന്നെ ഒരു ഇമോഷൻ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റാർക്കും സ്വന്തമാവരുത് അല്ലെങ്കിൽ അവർ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ തീർത്തും നിങ്ങൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം, അവരുടേത് മാത്രമായിട്ട് നിങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ ചിന്തയുമാവാം. അതുപോലെ തന്നെ നമുക്കിവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹാപ്പി എൻഡിങ് കാർഡാണ്, നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവർ തീർച്ചയായിട്ടും എത്തുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു 10 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നടന്നു വരുന്നത് നിങ്ങളിലേക്കാണ്, ആ ഒരു 9 ഓഫ് കപ്സിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഴയതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് പറഞ്ഞു തരുന്നത് ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പഴയ രീതിയിലുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കമ്മിറ്റ്മെൻറ്റോ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഓവറോൾ എനർജി ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന അവരുടെ ആ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ വ്യക്തികളോ ആരിൽ നിന്നെങ്കിലും ഉള്ള അവർക്ക് ഒരു മാനസിക സംഘർഷം കൊണ്ടാവാം നിങ്ങളുടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയറും പഴയ രീതിയിൽ പോലെ നന്നായിട്ട് പോകണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വന്നതുകൊണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിൻ്റെ ഒരു സഫറിങ് അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും ആവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫസ്റ്റ് പയലായിട്ടുള്ള ഗ്രീൻ ബോട്ടിൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് ഇതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള എനർജീസൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റേതാണോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം ഇത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള റെഡ് ബോട്ടിൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ
ഈ ഒരു പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികൾ, അതായത് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അവെയർനെസ് എന്നുള്ള കാർഡാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരുന്നൊരു വ്യക്തിക്ക് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിച്ചതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടത്തിയെടുത്തിട്ടുണ്ടാവാം. ഇങ്ങനെ ഏത് രീതിയിലും ഒരു പുതിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിട പറഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അറിയാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വലിയ ജ്ഞാനമില്ലാതിരുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേറ്റിംഗ് പവറുള്ളൊരു സമയവും കൂടിയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നെഗറ്റീവ് ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിച്ച് കളയുക എന്നുള്ളൊരു അഡ്വൈസും കൂടി ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ഒരു അകൽച്ച വരാനുണ്ടായ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ പറ്റും. ഈ ഒരു പേഴ്സന് ചുറ്റും ആവശ്യക്കാരുണ്ടായിരുന്നു. അതായത് ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചില ആളുകൾ ഇവരുടെ ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ അകൽച്ചയ്ക്കുള്ള കാരണമായിട്ട് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ആത്മവേദന അത് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ അത്രത്തോളം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു 9 ഓഫ് വൺസിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന കാർഡ്സും 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇതിനോടകം തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. ഈ ഒരു ബന്ധം നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരോട് അപേക്ഷിച്ച് നോക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളിനി ചെയ്യാനായിട്ട് ഒന്നും ബാക്കിയില്ല, അങ്ങനെയുള്ളൊരു എനർജിയാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങൾ ചിലപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഇറങ്ങിപ്പോക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം വേദനയിലും ഇമോഷണൽ പെയിനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടില്ല. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി നമ്മളെടുത്തത് അവെയർനെസ് എന്നുള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ 90% ആൾക്കാരും അവരുടെ ഒരു ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ലൈഫിലുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒന്ന് കയറി വന്നതായിട്ട് തന്നെ നമുക്കിവിടെ പറയാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം ഒരു പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ടൊരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലവർ വളരെയധികം മുന്നോട്ട് പോയതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ ഇങ്ങനത്തെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നേറാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ളത് നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതിനുശേഷം വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് ടെമ്പറൻസും 7 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇമോഷൻസിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ബോണ്ടിങ്ങിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെയാണ് അവരവരുടെ ഒരു ചോയ്സിലേക്ക് പോയതായിട്ട് നമുക്കിവിടെ പറയാൻ കഴിയുക. ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ ആദ്യമായിട്ട് അതിൽ വേണ്ടത് ആ ട്രസ്റ്റും അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് രണ്ടുപേർക്കും കഴിയുന്ന ഒരു ബാലൻസിങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബാലൻസിങ് ഈ വ്യക്തിക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളെ പാടെ നിഷേധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഇമോഷൻസിനൊരു യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ കഴിയുക. തീർച്ചയായിട്ടും അവരവരുടെ ആ ഒരു ഡ്രീംസിന് പിന്നാലെ, അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ വന്ന അവരുടെ ലൈഫിലേക്ക് അപ്പോൾ കയറി വന്ന അവർക്ക് കൂടുതൽ ഉപകാരപ്പെടും, അല്ലെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് എന്ന് തോന്നിയ ഒരു വഴിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്.
നമ്മൾ അക്കരപ്പച്ച എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയാണ് കൂടുതൽ ഗ്രീനറി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ കിങ് ഓഫ് വാൺസ് ആണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതായത് അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു റിലേഷൻ ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഏതിലേക്കാണെന്നുണ്ടെങ്കിലും അത്രയധികം ഒരു ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോട് കൂടിയാണ് ആ ഒരു വഴി തിരഞ്ഞെടുത്ത് പോയിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് സമാധാനം പറയും എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ അവിടെ ചിന്തിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. അപ്പോൾ അതും മേജർ ആർക്കാനിൽ നിന്നുള്ള കാർഡ് തന്നെയാണ് മൂൺ കാർഡും. അപ്പോൾ ഇവരുടെ ഒരു മൈൻഡിൽ അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ സന്തോഷത്തിലല്ല, വളരെയധികം മൂഡിയായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് നിറഞ്ഞ ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ നോക്കുന്ന പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അവരുടെ മൈൻഡ് വളരെയധികം ഇംബാലൻസ് ആയിട്ട് കാണുന്നുണ്ട്. അവർ ചിലപ്പോൾ പല കാര്യങ്ങളെയും ഭയക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ ലൈഫിലൂടെ നടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ വളരെയധികം ആ ഒരു ഷാഡോ സൈഡിലാണുള്ളത്. അവരുടെ ലൈഫിൽ ഒട്ടും പ്രകാശമില്ല. ഒരുപക്ഷെ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം അവർ ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും കടന്നുപോയിക്കൊണ്ടുണ്ടാവുക. അതുപോലെ തന്നെ പിന്നെയുള്ള 2 കാർഡ്സ് എന്ന് പറയുമ്പോൾ 3 ഓഫ് വാൺസിൻ്റെ എനർജിയും അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡുമാണ് വന്നിട്ടുള്ളത്. സ്ട്രെങ്ത് കാർഡിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് കാർഡുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാപ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അവർക്ക് മെൻ്റലി അത്രത്തോളം ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അവിടെ നിന്ന് അവർക്ക് അനങ്ങാൻ നിവൃത്തിയില്ല. ആ ഒരു എനർജിയിലാണ് അവരുള്ളത്. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് ഉള്ളതെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അവർ വളരെയധികം അൺഹാപ്പിയും അല്ലെങ്കിൽ വളരെയധികം ടെൻഷനും സ്ട്രെസ്സും നിറഞ്ഞ ഒരു ലൈഫിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഒരു സാഹചര്യത്തിൽ അത്രയധികം അക്ഷമരായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ മാറി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സ്ട്രെങ്ത്ത് ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു ടഫ് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോൺടാക്റ്റ് ചെയ്യണം, നിങ്ങളിലേക്ക് വരണം എന്നിവർ വിചാരിച്ചാൽ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇവർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരിപ്പോഴുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അത്രത്തോളം സ്ട്രോങ് ആണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടന്ന് വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു എനർജിയാണ്. മേ ബി ചിലപ്പോൾ ഇവർ കർമാസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക ദുഃഖം, നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന ആ ഒരു വഴികളിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഉറക്കമില്ലാത്ത രാത്രികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യമായിരുന്നു നിങ്ങളുടേത്. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മ ചിലപ്പോൾ ഇവർക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ആ ഒരു പീരീഡിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പെട്ടെന്ന് ആ ഒരു ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ നിന്ന് എല്ലാം പൊട്ടിച്ചിറങ്ങി വരാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് ഓടിയെത്താനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇവരുടെ ആ ഒരു കർമ്മ പീരീഡ് കഴിയുമ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്നുള്ളൊരു മൂവ് ഓൺ ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ടൈം പീരീഡ് ഓരോ വ്യക്തികൾക്കുണ്ട്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത് പലതരത്തിലുള്ള കർമാസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു പീരീഡ് ഉണ്ട്. അത് അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്കതിൽ നിന്ന് ഫ്രീ ആയിട്ട് പുറത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി അത്തരത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത ആ ഒരു പയലും അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസും എനർജീസും എല്ലാം നിങ്ങളുടേതാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് നിങ്ങളുടെ എനർജിയാണ് എന്ന് വിചാരിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ്.